ഹായ് മക്കളെ, ജുനുസാറാണ്. നമ്മുടെ ബയോളജി എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് പിടിച്ചാലോ? വേഗം പിടിച്ചോ. നിങ്ങൾക്ക് ബയോളജി എക്സാമിൽ ചിത്രം വരക്കാൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ചിത്രമാണ് ആദ്യത്തെ ചിത്രം. നോക്കിക്കോ, ഇത് എന്തിൻ്റെ ചിത്രമാടാ? ഇത് നമ്മുടെ 2ാം ചാപ്റ്ററിലെ ബ്രെയിൻ, മസ്തിഷ്കത്തിൻ്റെ ചിത്രമാണ്. ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഡ്രോ ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ. ഇവിടെ ഡയഗ്രാം വരച്ചിട്ട് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം എൻ്റെ മക്കൾ നോക്കുക, ഈ ഒരു ചിത്രം എല്ലാവരും പഠിച്ചു വെക്കണം. നിർബന്ധം. ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇവിടെ എക്സ് എന്ന് തന്നിട്ടുണ്ട്, എക്സ് ഇവിടെ വൈ എന്ന് തന്നിട്ടുണ്ട്, ഇവിടെ സെഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പം എക്സ് വൈ സെഡ് എന്താ നിങ്ങൾക്ക് മനസ്സിലാവണം. നമുക്ക് 6ഓളം ഭാഗങ്ങൾ പഠിക്കാനുണ്ട്. സാറേ, ഈ എക്സ് എന്ന് അടയാളപ്പെടുത്തിയത് തലാമസ് ആണ്, മിഡ് ബ്രെയിൻ പോൺസ് ആണിത്, ഇത് പോൺസ് ആണ്. അപ്പോൾ ഈ ഭാഗം നല്ല ശ്രദ്ധിക്കണം. ഇത് മിഡ് ബ്രെയിൻ ആണ്, പോൺസ് ആണ്, മിഡിൽ ഒബ്ലങ്കറ്റ്. അപ്പോൾ ഇവർ തന്നത് ഏതാ? പോൺസിൻ്റെ ഭാഗം. ഇത് ഏതാ സാറേ? ഇത് സെഡ് ആണ് സാറേ, അത് സെറിബെല്ലമാണ്. അപ്പോൾ ഈ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ് ആദ്യത്തെ ചോദ്യം ഉണ്ടാവുക. ഇതാ എക്സ് വൈ അടയാളപ്പെടുത്താൻ പറഞ്ഞു. എക്സ് തലാമസ്, വൈ എന്ന് പറഞ്ഞാൽ പോൺസ്. അടുത്ത്, ഹൗ വിൽ ദ ഡിഫക്റ്റ് ഓഫ് ദ പാർട്ട് ഇൻഡിക്കേറ്റ് ആസ് ദ സെഡ് എഫക്ട് ദ ബോഡി? അതായത് നമ്മുടെ സെഡ് എന്ന് സൂചിപ്പിക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ അത് നമ്മളെ ബോഡിയെ എങ്ങനെയാണ് ബാധിക്കുക? എൻ്റെ മക്കൾക്ക് അറിയാം, സെഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സെറിബെല്ലാണ് നമ്മുടെ ബോഡി ബാലൻസ്, ശരീര തുലനനില നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ, ശരീര തുലനനില നമുക്ക് കൈവരിക്കാൻ സഹായിക്കുന്ന ആരാ? സെറിബെല്ല. അപ്പോൾ സെറിബെല്ലത്തിന് ധർമ്മം എന്താ സാറേ? ഒന്ന് നോക്കി നോക്കാം. അപ്പം എൻ്റെ മക്കൾ നോക്ക്, സെറിബെല്ലത്തിന് ധർമ്മം എന്താ? മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ഓഫ് by body by coordinating muscular activity. Maintain equilibrium of body by coordinating muscular activity. അതായത് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനനില എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ മക്കൾ നോക്കി വെക്കണം. അപ്പോൾ ഈ ഒരു ബ്രെയിൻ്റെ ഭാഗമായിട്ട് പല ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ സെറിബ്രത്തിന് ഒരുപാടുണ്ട്, പ്രോബ്ലം സോൾവിങ് ഉണ്ട്, അതേപോലെ വോളണ്ടറി മൂവ്മെൻറ്റ്, ഐച്ഛിക ചലനങ്ങളുണ്ട്, അതേപോലെ പ്ലാനിങ് നമുക്കുണ്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മെമ്മറി, ഇൻ്റലിജൻസ്, തിങ്കിങ്, ഇമാജിനേഷൻ, ബുദ്ധി, ചിന്ത, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമുണ്ട്. അതേപോലെ പ്രൊവൈഡ് സെൻസറി എക്സ്പീരിയൻസ്, വിവിധ ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ സെറിബ്രത്തിനുണ്ട്. സെറിബെല്ലത്തിനൊന്നുള്ളൂ, ഇക്വിലിബ്രിയം ഓഫ് ബോഡി ബാലൻസ്, ശരീര തുലനില. ഇനി അടുത്ത തലാമസിൽ എന്താ? റിലേ സ്റ്റേഷൻ, പുനഃപ്രസരണ കേന്ദ്രം, അത് ഓർത്തു വെക്കുക. ഹൈപ്പോ തലാമസിൽ എന്താ സാറേ? ആന്തര സമസ്ഥിതി പാലനം, മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാറ്റിസ്, അത് പറയാം. അടുത്താണ് മിഡ് ബ്രെയിൻ പോൺസ്, മെഡുല ഒബ്ലങ്കേറ്റുകളുടെ പ്രത്യേകം എന്താ? കൺട്രോൾ ഇൻവോളണ്ടറി ആക്ടിവിറ്റി, അനൈച്ഛിക ചലനങ്ങൾ എന്താവുന്നു? നിയന്ത്രിക്കുന്നു. ഹാർട്ട് ബീറ്റ്, വോമിറ്റിങ്, അതേപോലുള്ള ഹൃദയമിടിപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നു. എൻ്റെ മക്കളെ, നിർബന്ധം പഠിച്ചു പോയിക്കോ. ബ്രെയിൻ്റെ ചിത്രം വരക്കാൻ പഠിക്കണം. ഓരോ ഭാഗങ്ങളും ഇതാ 7 ഭാഗങ്ങളുണ്ട്, 7 ഭാഗം സെറ്റാക്കിക്കോ. സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്, മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല ഒബ്ലങ്കേറ്റ സെറ്റാക്കി വെച്ചിക്കോ. ആദ്യത്തെ പ്രശ്ന ക്വസ്റ്റ്യൻ ആണ്, സെറ്റാക്കിക്കോ. എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷത്തെ ഓണം എക്സാമിന് ചോദിച്ച ഡയഗ്രാം ചിത്രം ഇതായിരുന്നു. ഈ ഒരു ചിത്രം, ഇത് ഏതിൻ്റെ ചിത്രമാടാ? ഇതേതിൻ്റെ ചിത്ര? സ്പൈനൽ കോഡ് സുഷുമ്നയുടെ ചിത്രം. ഈ സ്പൈനൽ കോഡ് സുഷുമ്നനെ നോക്കുന്ന സമയത്ത്, എൻ്റെ മക്കൾ നോക്കുന്ന സമയത്ത്, ഇവിടെ എ എന്ന് കണ്ടിട്ടുണ്ട്, ഇവിടെ ബി എന്ന് തന്നിട്ടുണ്ട്, ഇവിടെ ഒരു സി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിക്കുക, ഇതാ ഈ ചിത്രം പകർത്തി വെച്ച് എ ബി സി അടയാളപ്പെടുത്തി ഭാഗം തിരിച്ചറിഞ്ഞ് സി എന്ന ഭാഗത്ത് കാണപ്പെടുന്ന ദ്രാവകം ഏത്? അപ്പോൾ സുഷുമ്ന സ്പൈനൽ കോഡ് നോക്കുന്ന സമയത്ത് ഏത് പറയുന്നതാണ് ഡോർസൽ റൂട്ട്? ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം സെയിം ആണ്, ഡോർസൽ റൂട്ട്. ഈ ബി എന്ന് പറയുന്നത് എന്താ? വെൻട്രൽ റൂട്ട്. ഇനി ഈ സി എന്ന് പറയുന്നതാണ് സെൻട്രൽ കനാൽ. ഒരു സുഷുമ്നയുടെ, ഒരു സ്പൈനൽ കോഡിൻ്റെ ഏറ്റവും സെൻട്രലിലുള്ള ഒരു ഹോൾ എന്നെ വിളിക്കുന്ന പേരാണ് എന്ത്? സുഷുമ്നയുടെ സെൻട്രലിൽ നിന്ന് വിളിക്കുന്ന പേരാണ് സെൻട്രൽ കനാൽ. ഈ സെൻട്രൽ കനാലിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, അതാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, സെറിബ്രോസ്പൈനൽ ദ്രവം. അത് നോക്കി വെക്കണം. അപ്പോൾ ഈ ഒരു ചിത്രം നോക്കി വെക്കുക. ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, സെറിബ്രോസ്പൈനൽ ദ്രവം. ഇതിൻ്റെ ധർമ്മങ്ങളും നമ്മൾക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇന്ന് കൃത്യം 7:00 സാറും അതുപോലെ ജോഗ്രഫിൻ്റെ സനൂപ് സാറും എൻ്റെ മക്കളെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് കൃത്യം 7:00 നമ്മൾ ഇതിലുള്ള പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ്, ബയോളജിയുടെയും ജോഗ്രഫിയുടെയും മുഴുവൻ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ വേഗം പോയിട്ട് ആ ലൈവ് ലൈക്ക് ചെയ്ത് വെച്ചോ. ഇന്ന് കൃത്യം 7:00 നമുക്ക് സെറ്റാക്കാം.